വെൽക്കം ടു ഇൻബസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ആന്റി ആങ്സൈറ്റി മെഡിക്കേഷൻ. പേര് പറയുന്ന പോലെ തന്നെ ആങ്സൈറ്റി കുറയ്ക്കുക, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേര് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും തന്നെ ഒരുപാട് പേര് ആന്റി ആങ്സൈറ്റി മെഡിസിൻസ് എടുക്കുന്നുണ്ട്. അതിന് കാരണം അവർക്ക് പ്രാന്താണ് എന്നുള്ളതല്ല വിചാരിക്കേണ്ടത്, പക്ഷെ അവർക്ക് ആ ഒരു ഉണ്ടാവുന്ന ആങ്സൈറ്റി പ്രോബ്ലം കുറയ്ക്കുക. ആങ്സൈറ്റി എന്താണ്? നമ്മൾ പെട്ടെന്ന് ഇമോഷണലി വീക്ക് ആവുക, അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരിക, അവർക്ക് സ്വന്തമായിട്ടൊരു കാര്യം ഡിസിഷൻ എടുക്കാൻ പറ്റും. അതൊക്കെയാണ് കേട്ടോ ആങ്സൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് വേറൊന്നും അല്ല. സോ ബേസിക്കലി അൽപ്രാസോളം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബെൻസോഡാസെപ്പീൻസും ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ബാക്കിയുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ പഠിച്ച ഡ്രഗ്സുകളാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. സോ എന്താണ് ആങ്സൈറ്റി? ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇമോഷണൽ സിംറ്റംസ് ആണ്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുക, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ലൈഫിൽ നമ്മൾ ഒന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും പറ്റുന്നില്ല, നമ്മൾ എങ്ങനെയാ പോകുന്നത്, എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, അതൊക്കെ പറയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആന്റി ആങ്സൈറ്റി മെഡിസിൻ വെച്ച് കഴിക്കണം എന്നല്ല. സോ ഒരുപാട് സിംറ്റംസ് കാണിക്കാറുണ്ട്. ഹാർട്ട് ബീറ്റ് കൂടുക, സ്വെറ്റിംഗ് വരിക, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തിങ് വരിക, മസിൽ ടെൻഷൻ വരിക. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫിസിക്കൽ സിംറ്റംസ് ആണ്. കോഗ്നിറ്റീവ് സിംറ്റം വെച്ചാൽ നമ്മുടെ മൈൻഡ് ഒന്നും മര്യാദയ്ക്ക് ആവാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രോപ്പർ വേ ഉണ്ടാവില്ല, നമുക്ക് ഇന്റലിജൻസ് ഒക്കെ കുറയാം, ലിസണിങ് കുറയാം, ശ്രദ്ധ കുറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് ബിഹേവിയറൽ സിംറ്റം ആണ്. നമ്മൾ സ്ട്രെസ് ആവും, നമ്മുടെ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ വെറുതെ വാരിക്കോരി വായിച്ചൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. സോ ആന്റി ആങ്സൈറ്റി ഡ്രഗ്സ് അല്ലെങ്കിൽ ബേസിക്കലി ആങ്സൈറ്റി ഡിസോർഡർ സ്പെക്ട്രം എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. സോ ഇത് എല്ലാവർക്കും കാണുന്നതാണ്, ഏകദേശം എല്ലാവരും കാണുന്നതാണ്. സോ ഡെയിലി ഫങ്ഷൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വരിക, നമുക്ക് ക്ഷീണം വരിക, ഫെറ്റീഗ് തോന്നുക, നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് നമ്മുടെ GAD അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പാനിക് ഡിസോർഡർ ആണ്. പെട്ടെന്ന് പാനിക് അറ്റാക്ക് വരിക, നമ്മളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് പേടി വരിക, ഹാർട്ട് ബീറ്റ് കൂടുക, ഇതൊക്കെയാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ആണ്. അതായത് പുറത്ത് ആൾക്കാരെ കണ്ടാൽ ചിരിക്കണോ, അല്ലെങ്കിൽ അവരെന്താ ചിന്തിക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കത്തില്ലേ, പുറത്തുള്ള ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടി കാണിക്കില്ലേ, അതാണ് ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് സ്പെസിഫിക് ഫോബിയ ആണ്. സോ ചില കാര്യങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ മാത്രം ഹൈറ്റ് പേടി, ചിലന്തിനെ പേടി, പാച്ചിനെ പേടി അറിയില്ലേ, അതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ആങ്സൈറ്റി ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. സോ ആന്റി ആങ്സൈറ്റി മെഡിക്കേഷൻസിലാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ബെൻസോഡൈസപ്പിൻ. ബെൻസോഡൈസപ്പിൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആക്ടിങ് മെഡിക്കേഷൻ ആണ്. അൽപ്രാസോളാം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡൈസപ്പാം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എഫക്ട് ചെയ്യുന്ന ഗാബയിലാണ്, ബ്രെയിനിൽ ഗാബയിലാണ്. സോ ഷോർട്ട് ടേം റിലീഫിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് ആണ്. അപ്പൊ എന്ത് കിട്ടി? മെക്കാനിസം ഓഫ് ആക്ഷനും കിട്ടി, ക്ലാസിഫിക്കേഷൻ ഏകദേശം പഠിച്ചല്ലേ. സോ നെക്സ്റ്റ് വൺ ഇസ് SSRIs ആണ്, സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്സ് ഇൻഹിബിറ്റേഴ്സ് ആണ്. എക്സാമ്പിൾ വരുന്നത് ഫ്ലൂഓക്സെറ്റിൻ ആൻഡ് സെർറ്റാർലൈൻ ആണ് വരുന്നത്. കോമൺലി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇത് ലോങ് ടേം ആങ്സൈറ്റി മാനേജ്മെന്റ്, ലോങ് ടേം ആണ്. നമുക്ക് ബെൻസോഡൈസപ്പിൻസ് ഷോർട്ട് ടേം ആണെങ്കിൽ ലോങ് ടേമിൽ കൊടുക്കുന്ന ഡ്രഗ് ആണ് SSRIs അല്ലെങ്കിൽ സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ബ്രെയിനിന്റെ ആ ഒരു സെറോട്ടോണിൻ ലെവലിനെ കൂടുന്നതിനെ, അല്ലെങ്കിൽ ദേ വർക്ക് ബൈ ഇൻക്രീസിങ് സെറോട്ടോണിൻ ലെവൽ ഇൻ ദ ബ്രെയിനിൽ സെറോട്ടോണിൻ ലെവലിനെ കൂടുന്നതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് SSRIs എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് SNRIs ആണ്. സോ സെറോട്ടോണിൻ നോർ എപ്പിനെഫ്രിൻ റീ അപ്ടേക്സ് ഇൻഹിബിറ്റർ ആണ്. സെറോട്ടോണിൻ നോർ എപ്പിനെഫ്രിൻ റീ അപ്ടേക്സ് ആണ്. സോ ഇത് വനൽഫാക്സൈന്, പിന്നെ ഡുലോക്സെക്റ്റിൻ ഒക്കെയാണ്. സോ രണ്ടും സെറോട്ടോണിന്റെ ലെവലും നോർ എപ്പിനെഫ്രിൻ ലെവലിനെയാണ് ബാധിക്കുന്നത്. സോ ബേസിക്കലി ആങ്സൈറ്റി ഡിപ്രഷൻ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം, ഗാബയാണെങ്കിൽ ബെൻസോഡൈസപ്പിൻ. ഇനി SSRI സെറോട്ടോണിൻ റീ അപ്ടേക്സും ഉണ്ട്, സെറോട്ടോണിൻ നോർ എപ്പിനെഫ്രിനും ഉണ്ട്. സോ സെറോട്ടോണിൻ റീ അപ്ടേക്സ് ആണെങ്കിൽ സെറോട്ടോണിൻ ലെവൽ കൂട്ടുന്നു. സോ സെറോട്ടോണിൻ നോർ എപ്പിനെഫ്രിൻ ആണെങ്കിൽ സെറോട്ടോണിനെയും നോർ എപ്പിനെഫ്രിനെയും ലെവലിനെ ബാധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ പഠിക്കാനില്ല കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ ആ ക്ലാസിഫിക്കേഷന്റെ ടേബിളിൽ നോക്കുക, ഇത് തന്നെ ആവശ്യമുള്ളൂ. ബെൻസോഡൈസപ്പിനും SSRIസും SNRIസും മാത്രമേ ഉള്ളൂ, വേറെ അധികമൊന്നും ഇല്ല. സോ നെക്സ്റ്റ് വൺ അൽപ്രാസോളം ആണ്. സോ അൽപ്രാസോളം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗാബയാണ് എന്ന് പറഞ്ഞു, ബ്രെയിൻ്റെ ആക്ടിവിറ്റിയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞു. സോ കാം ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സോ ഡോസ് പറയുവാണെങ്കിൽ 0.25 to 1.0 mg ആണ്. സോ എല്ലാവർക്കും ഫാർമസിയിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാം, ഇത് നമ്മൾ വളരെ കുറച്ച് ഡോസിലാണ് കൊടുക്കുക. ഒന്ന് കാമൊക്കെ ആക്കിയ പാനിക് ഡിസോർഡർ കുറയ്ക്കാനൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്.
സോ 1 സെറ്റ് ഓഫ് ഡ്യൂറേഷൻ ആണ് കേട്ടോ. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റുള്ളിൽ തന്നെ കാമായി അടിപൊളി ആള് സെറ്റാവും. നമ്മൾ നാഗവല്ലിയുടെ പോലെ, എനിക്ക് എന്നാ നകുലിട്ടാ ചോദിക്കത്തില്ല, ആ പരിപാടിയാണ്. സോ സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ, ഡിസ്നെസ് ഉണ്ട്, ഡ്രൗസിനെസ് ഉണ്ട്, എല്ലാ ഈ നമ്മുടെ സീരിയസിനെ ബാധിക്കുന്ന എല്ലാ ഡ്രഗ്സുകളും നമുക്ക് ഇച്ചിരി ഉറക്കമൊക്കെ ഉണ്ടാക്കും, ഡിപ്രഷനൊക്കെ ഉണ്ടാക്കും, ആൻഡ് നാരോ ആംഗിൾ ഗ്ലൂക്കോമ ഉണ്ടാക്കും. ലോങ് ടേം യൂസ് ആണെങ്കിൽ നമുക്ക് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ലോങ് ടേം യൂസ് ചില ആൾക്കാരിലൊക്കെ ആന്റി ഡിപ്രഷൻ ഡ്രഗ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ ലോങ് ടേം യൂസിലൊക്കെ ചില സമയത്ത് ഡ്രഗ് മിസ്യൂസ് നടക്കാം, പിന്നെ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ചില ആൾക്കാർ കാണിക്കാറുണ്ട്. എല്ലാവരുമല്ല, ചില ആൾക്കാരൊക്കെ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ആണ്, ഒന്നുമില്ല. നിങ്ങളുടെ വായിക്കുക. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞ, ബെൻസോഡാസെപ്പിൻ പറഞ്ഞു, ഗാബാലോയ്ക്ക് SSRIs ഉണ്ട്, സെറോട്ടോണിൻ SNRI ഉണ്ട്, എന്താണ് നോർ എപ്പിനെഫ്രിൻ സെറോട്ടോണിൻ ആണെന്ന് പറഞ്ഞു. സോ ആങ്സൈറ്റി ഡിസോർഡർ എന്താ ഞാൻ പറഞ്ഞു അല്ലേ. സോ കുറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഫിസിക്കൽ സിംറ്റംസ് എല്ലാം പറഞ്ഞു. സോ ഭയങ്കര സിമ്പിൾ ആണ്, ഒന്നുമില്ല, ഭയങ്കര എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ നെക്സ്റ്റ് കാണാം, ബൈ.